ഹായ് ഫ്രണ്ട്സ്, നല്ല ആവി വറക്കുന്ന ചോറിൻ്റെ മുകളിൽ പുളിങ്കറിയൊക്കെ ഒഴിച്ചിട്ട് ഒരു ഉരുള അങ്ങോട്ട് കഴിക്കണം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ, അപ്പം മനസ്സിലാവും ഇതിൻ്റെ രുചി എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 4 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ പച്ചരി, പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ്. ഇത് നമുക്ക് 2.5 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അരിച്ചെടുത്ത് വെക്കണം കേട്ടോ. നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ഉലുവയും അരിയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. ഇതേപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡാവുന്ന വരെ വറക്കണം കേട്ടോ. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് മുമ്പ് പിഴിഞ്ഞ് വെച്ചിരുന്ന പുളിവെള്ളയില്ലേ അതൊഴിച്ചു കൊടുക്കാം. പിന്നെ 250 ഗ്രാം മത്തങ്ങയാണ് ഇതേപോലെ നല്ല വലിയ പീസായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂടി വെച്ചിട്ട് 8 മിനിറ്റ് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കും ചെയ്യാം കേട്ടോ. പക്ഷെ ഇത് അധികം വേവില്ലാത്ത മത്തങ്ങയാണ്, അതിനാണ് ഞാൻ പ്രഷർ കുക്ക് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അരിയും ഉലുവയൊക്കെ ഇല്ലേ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടിയൊക്കെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയില്ലേ അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് തിളയ്ക്കണം. ശരിക്കും തിളച്ച് വറ്റി കുറുകി വരും. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് ഒരു 1/2 ടീസ്പൂൺ കൂടെ. ഇപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മധുരമുള്ള മത്തങ്ങയാണെങ്കിൽ ഈ ശർക്കര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ മത്തങ്ങയിൽ അത്ര മധുരം ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത്. ഒരു 5-8 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതേപോലെ ആയി കിട്ടും. അപ്പോൾ നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പാകമാണ് ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് താളിച്ച് വെച്ചാൽ മതി. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിനി. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, വറുത്ത് പൊടിച്ച ഉലുവയാണ് കേട്ടോ അത്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം കറിയിലേക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റുള്ള പുളിങ്കറി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.